മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു കുർബാന അങ്ങനെ ഒന്നും ഇല്ല. പുണ്യവാളന്റെ തിരുനാളിന്റെ വേല നടക്കുന്നു, അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളുണ്ട്. അതേസമയം അന്ന് തന്നെ മറ്റു പലരും രോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ പൈസ ഒക്കെ എങ്ങോട്ട് പോകണു? ഉടനെ അടുത്ത ചോദ്യം അതാണ്. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, കത്തോലിക്ക വിശ്വാസത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലെ ഏറ്റവും ഉന്നതമായ പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെയും തർക്കമില്ലാത്ത കാര്യമാണ്, അത് പരിശുദ്ധ കുർബാനയാണ്. കാരണം അത് ദൈവത്തിന്റെ ബലിയർപ്പണമാണ്. തമ്പുരാന്റെ ബലിയർപ്പണത്തെക്കാൾ ശക്തമായ മറ്റൊരു പ്രാർത്ഥനയുമില്ല, മധ്യസ്ഥ പ്രവൃത്തിയുമില്ല. അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന തിരുസഭയുടെ മക്കളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മരിച്ചവർക്ക് വേണ്ടി കുർബാന, അങ്ങനെ ഒരു കുർബാന ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആവർത്തിക്കുകയാണ്, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയാണ്. പക്ഷെ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു കുർബാന അങ്ങനെ ഒന്ന് ഇല്ല. കാരണം ഈശോ മിശിഹായുടെ പരിശുദ്ധ കുർബാന അത് ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ളതാണ്. എത്രമാത്രം നിയോഗങ്ങൾ സമർപ്പിക്കാവോ അത്രമാത്രം നിയോഗങ്ങൾ സമർപ്പിക്കാം. ആ കുർബാനയെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി മാത്രമായി ചുരുക്കാനായിട്ട് മാർപ്പാപ്പയ്ക്കും പറ്റില്ല, കർദിനാളന്മാർക്കും പറ്റില്ല, വികാരിച്ചിനും പറ്റില്ല, ആർക്കും പറ്റില്ല. കാരണം ദൈവം ബലിയർപ്പിച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ്. ഗാഗുൽത്തായി നടന്ന അതേ ബലി തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടുകയും തുടരുകയും ചെയ്യുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി മാത്രം ചുരുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദാരതയ്ക്ക് തെറ്റായ കാര്യമാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ടത് എല്ലാ കുർബാനകളും, എല്ലാ കുർബാന ക്രമങ്ങളും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉൾക്കൊണ്ടു നിൽക്കുന്നതാണ്. മറ്റൊരു വാക്കിൽ എല്ലാ കുർബാനകളും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ്. അല്ലെങ്കിൽ എല്ലാ കുർബാനകളിലും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട്. അത് സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് സീറോ മലബാർ സഭയിൽ ചരിത്രത്തിന്റെ ഗതിയിൽ സംഭവിച്ചു പോയ ഒരു അപജയമാണ്, അല്ലെങ്കിൽ ഒരു പരാജയമാണ് ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന എന്നുള്ളതായ ഒരു ധാരണ. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, പൗരസ്ത്യ സുറിയാനി സഭയായ സീറോ മലബാർ സഭയിലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് സുറിയാനി കുർബാനയായിരുന്നു. അന്ന് കുർബാനയ്ക്ക് പല ട്യൂണുകളും കാര്യങ്ങളും ഒന്നുമില്ല. സുറിയാനിയിലുള്ള രാഗം എല്ലാം സുറിയാനി തന്നെ. പിന്നെ അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ സുറിയാനി രാഗം തന്നെ അങ്ങ് മാറ്റി. പുതിയ പുതിയ രാഗങ്ങളിൽ ഭാരതീയ രീതിയിലും പാശ്ചാത്യ രീതിയിലും ഒക്കെ പാട്ടുകൾ അങ്ങ് വന്നു. പുതിയ പുതിയ പാട്ടുകൾ വന്നപ്പോൾ പാട്ടുകുർബാന എന്ന് പറഞ്ഞാൽ സുറിയാനി ട്യൂണിലല്ലാതെ മറ്റ് ട്യൂണുകളിൽ പാടുക എന്ന രീതിയിലായിപ്പോയി. മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങളിൽ സുറിയാനി രാഗം അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് സുറിയാനി രാഗത്തിൽ കുർബാന എഴുതിയാൽ ഉടനെ അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന എന്ന രീതിയിലുള്ളതായ ഒരു ധാരണ അങ്ങനെ അങ്ങ് വളരെ ആഴപ്പെട്ടു നിൽക്കുകയാണ്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള, മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയുടെ ഒരു ട്യൂണായിട്ട് സുറിയാനി ട്യൂണിനെ കാണുന്നതാണ് ഇവിടെ തെറ്റ് പറ്റിയിട്ടുള്ളത്. മാതൃഭാഷയിലേക്ക് വന്നപ്പോൾ, മാതൃഭാഷയിൽ പാട്ടുകളുണ്ടായപ്പോൾ, പാട്ടുകളെ കാലോചിതമായ മാറ്റം എന്ന പേരിൽ പല രാഗങ്ങളിലൂടെ പാടാനായിട്ട് തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ളതായ ഒരു വഴി തെറ്റാണ്. അങ്ങനെയാണ് ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള സുറിയാനി ട്യൂണ് മാത്രം പാടുന്ന രീതി വന്നുപോയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഓർക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കുർബാനകളിലും, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ചുരുങ്ങിയത് 4 പ്രാവശ്യമെങ്കിലും മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കാറസൂസ പ്രാർത്ഥനയിലുണ്ട്. കാഴ്ചവെപ്പിൽ കഴിഞ്ഞു വരുന്ന വിശുദ്ധരെ അനുസ്മരിച്ചു വരുന്ന പ്രാർത്ഥനയിലുണ്ട്. ചെറിയവരും വലിയവരും എന്ന് പറയുമ്പോൾ ചെറിയവര് ശുദ്ധീകരണ ആത്മാക്കളെ ഉദ്ദേശിച്ചാണ് അവിടെ പറയുന്നത്.
സമാധാന ആശംസയ്ക്ക് ശേഷം ശുശ്രൂഷയുടെ പ്രാർത്ഥനയില് അത് ഉണ്ട്, പക്ഷേ പലപ്പോഴും അത് ചൊല്ലാറില്ല. പുരോഹിതന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അതുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന അവസാനത്തെ ഗേഹന്ത പ്രാർത്ഥനയിൽ അതുണ്ട്. ഇത് കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും മരിച്ചവർക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പ്രശ്നം വരുന്നത്, ഒരു ഇടവകയിൽ ഒരു തിരുനാൾ നടക്കുന്നു, അല്ലെങ്കിൽ തിരുനാളിന് ഒരുക്കമായ നൊവേന നടക്കുന്നു. ഓഫീസിൽ കൊണ്ടുപോയി മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയ്ക്ക് പണമടയ്ക്കുന്നു. പക്ഷേ ഇതാ പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള സുറിയാനി ടൂണിലുള്ള കുർബാനയില്ല. മറിച്ച് മറ്റ് ടൂണുകളിലുള്ള ആഘോഷമായ വിശുദ്ധരുടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ടുള്ള കുർബാനയാണ് അവിടെ നടക്കുന്നത്. ഉടനെ ആ വികാരിസിനോട് പോയിട്ട് വഴക്ക് കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കളിപ്പീരല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തിനാ പണം വാങ്ങിക്കുന്നത്? അങ്ങനെ അങ്ങ് 100 ചോദ്യങ്ങളായി. നമ്മൾ ഓർക്കണം, ഒരാൾക്കും 1 കോടി രൂപ കൊടുത്താൽ പോലും ആ കുർബാനയെ ആ വ്യക്തിയുടെ പ്രത്യേക നിയോഗത്തിന്, രോഗശാന്തിക്കാകാം, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയാകാം, തന്റെ കുടുംബത്തിൽ വേർപെട്ടു പോയ അപ്പന് വേണ്ടിയാകാം, മച്ചിക്ക് വേണ്ടിയാകാം, അങ്ങനെ ചുരുക്കാനായിട്ട് അത് ഒരിക്കലും സാധിക്കില്ല. എന്താണ് കുർബാന നിയോഗം? അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ തെറ്റുണ്ടാവുന്നത്. കുർബാന നിയോഗം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ബലിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എന്റെ ഭാഗ്യഭാഗ്യത്വത്തിന്റെ അടയാളമായി ഞാൻ എന്റെ ത്യാഗം സമർപ്പിക്കുന്നു. ആ ത്യാഗത്തിന് എനിക്ക് എന്റേതായ നിയോഗങ്ങളുണ്ടായിരിക്കും. എന്റെ യാത്ര ഭംഗിയാകാനാകാം, എനിക്ക് രോഗശാന്തി കിട്ടാനാകാം, ജോലി കിട്ടാനാകാം, വിവാഹം നടക്കാനാകാം, മരിച്ചവർക്ക് വേണ്ടിയാകാം, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയാകാം. എന്തിനുമായിക്കൊള്ളട്ടെ, ഞാൻ കുർബാന നിയോഗം സമർപ്പിക്കുമ്പോൾ എന്റെ ത്യാഗമാണ് ഞാൻ അവിടെ സമർപ്പിക്കുന്നത്. ആ കുർബാന നിയോഗം ചുരുങ്ങിയ പക്ഷം എല്ലാവർക്കും സാധിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ചെറിയ തുക 100 രൂപ അല്ലെങ്കിൽ 150 രൂപയാണ്. പാട്ട് കുർബാനയ്ക്ക് 200 രൂപയാണ്. അല്പസ്വല്പ വ്യത്യാസങ്ങൾ കാണും. നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് ഏതൊരു പാവപ്പെട്ടവനും കുർബാനയ്ക്ക് നിയോഗം സമർപ്പിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഒരു ചെറിയ തുക വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുർബാനയ്ക്ക് അങ്ങനെ വരുമ്പോഴേ ചിലപ്പോൾ ഒത്തിരി നിയോഗങ്ങൾ കാണും. പുണ്യവാളന്റെ തിരുനാളിന്റെ നൊവേന നടക്കുന്നു, അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളുണ്ട്. അവർ ചിലപ്പോൾ 1000 2000 ഒക്കെ കൊടുത്തു കാണും. പ്രത്യേകമായ തിരുനാൾ നൊവേന കുർബാനയായതുകൊണ്ട്. അതേസമയം അന്ന് തന്നെ മറ്റു പലരും നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ പൈസയൊക്കെ എങ്ങോട്ട് പോകണു? ഉടനെ അടുത്ത ചോദ്യം അതാണ്. അതിന് വ്യക്തമായിട്ടുള്ളതായ ഉത്തരം, അതിൻ്റെതായ സംവിധാനമുണ്ട്. ഒരു ദിവസം ഒരു ഇടവക പള്ളിയിൽ ഓഫീസ് വഴിയോ അച്ഛന് നേരിട്ടോ നിങ്ങൾ 10 കുർബാന നിയോഗം കൊടുത്താലും അച്ഛൻ എടുക്കുന്നത് ഒരു കുർബാനയുടെ പണമാണ്. ഇനി അച്ഛൻ 2 കുർബാന ചെല്ലിയാലും അച്ഛന് 2ാമത്തെ കുർബാനയ്ക്കും 3ാമത്തെ കുർബാനയ്ക്കും 4ാമത്തെ കുർബാനയ്ക്കും നിയോഗങ്ങൾ എടുക്കാനുള്ളതായ അവകാശമില്ല. ക്രിസ്തുമസിലും ഉയർപ്പ് തിരുനാളിലും. അതേസമയം പ്രത്യേക അവസരത്തിൽ അങ്ങനെ അച്ഛന് 3 കുർബാന ചൊല്ലാനുള്ളതായ പ്രത്യേകമായ ആനുകൂല്യമുണ്ട്. അല്ലാത്ത അവസരങ്ങളിൽ പുരോഹിതന് 1 കുർബാനയുടെ നിയോഗം എടുക്കാനായിട്ട് അവകാശമുള്ളൂ. ചില സഭകളിൽ വ്യത്യാസങ്ങൾ കാണും, അതിനെക്കുറിച്ചുകൂടെ പറയുന്നില്ല. നമ്മുടെ സഭയിൽ പൊതുവെ കാണുന്ന രീതി ഇതാണ്. അപ്പോൾ അവിടെ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ എങ്ങോട്ട് പോകും? അത് കുർബാനയുടെ നിയോഗമായിട്ട് സൂക്ഷിക്കപ്പെടും. അത് പിന്നീട് അരമനയിലേക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ കുർബാനകൾ ഇല്ലാത്ത മിഷപ്രദേശങ്ങളിൽ അച്ഛന്മാർക്ക് കുർബാന നിയോഗങ്ങൾ കിട്ടുന്നില്ല, അത് അങ്ങോട്ട് കൈമാറും. അത് ചിലപ്പോൾ രൂപതകൾ വഴിയായിരിക്കും ചെയ്യുക. അല്ലാതെ അവിടെ തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഓരോ വ്യക്തിയും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, മരിച്ചവർക്ക് വേണ്ടി മാത്രം എന്നൊരു കുർബാന ഇല്ല. അത് സിറോ മലബാർ സഭയിൽ സംഭവിച്ചു പോയത് സുറിയാനി രാഗം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള കുർബാനയുടെ രാഗമായിട്ട് സ്വീകരിച്ചു പോയി. അതുകൊണ്ട് മറ്റു കുർബാനകള് മരിച്ചവർക്ക് വേണ്ടിയുള്ളതല്ലെന്നുള്ളതായ തെറ്റായ ധാരണയും ഉണ്ടായി. മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയാകണമെങ്കിൽ മരിച്ചവരുടെ ട്യൂണ് ഉണ്ടായിരിക്കണം, അത് സുറിയാനി ട്യൂണായിരിക്കണം എന്ന ചിന്താഗതി അവിടെ വന്നുപോയി. അതിൽ നിന്നാണ് നമുക്കിനി മോചനം കിട്ടേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പൊതുവെ കാണുന്ന ഒരു പ്രവണത, ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപ വർഷത്തിലൊരിക്കലോ അങ്ങനെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നുള്ളതാണ്. തെറ്റാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ത്യാഗങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ രോഗങ്ങളും ഒക്കെ
നമുക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് അതിൻ്റെതായ ഫലമുണ്ട്. അത് നമ്മൾ പരീക്ഷിച്ചാൽ നോക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ജർത്രൂദിന് നൽകപ്പെട്ട വളരെ മനോഹരമായ പ്രാർത്ഥന, ഈശോമിശിഹായുടെ പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന ഓരോ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചെറിയൊരു പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ അനേകായിരം ആത്മാക്കൾ, 1000 ആത്മാക്കൾ മോചിക്കപ്പെടുന്നു എന്നാണ് വിശുദ്ധ ജർത്രൂദിന് നൽകപ്പെട്ടിട്ടുള്ളതായ സന്ദേശം. നമ്മളത് പരീക്ഷിച്ച് നോക്കണം, ആ പ്രാർത്ഥന ചൊല്ലുക. അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ ഒരു കുർബാന നിയോഗത്തിലെ മാത്രം ചുരുക്കാതെ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലും നമ്മുടെ ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അസ്വസ്ഥതകളും ഒക്കെ സമർപ്പിക്കുന്നതായ ആ ഒരു ശുദ്ധീകരണ ആത്മാക്കളോടുള്ളതായ ഭക്തിയിലേക്കും കൂടി നമ്മൾ വരേണ്ടതാണ്.